ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ട്രാൻസ്ഫയർ ടീ ടോക്സിന്റെ 9th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സജ്ന അലി. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു റൈറ്ററും മോട്ടിവേഷൻ സ്പീക്കറുമായ ആണ് അല്ലെ ജോസഫ് അന്നംകുട്ടിനെ എല്ലാവർക്കും അറിയില്ലേ? അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. എല്ലാവർക്കും അറിയുന്ന കരുതുന്നു. അപ്പൊ ഈ ജോസഫ് അന്നംകുട്ടിയുടെ ഒരു പ്രശസ്തമായ ഒരു ബുക്ക് ഉണ്ട്. അതിന്റെ പേര് ആരും കാണാത്ത യുദ്ധങ്ങൾ. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് വേണ്ടി ആ ക്ലാസ് എടുക്കുന്നത് റാണി വിനോദ് മാം ആണ്. അപ്പൊ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക് ആയിരിക്കും മാം അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആ ഒരു സെഷനിലേക്ക് നമുക്ക് സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റാണി മാമിനെ സ്വാഗതം ഞാൻ ചെയ്യുന്നു. അതുപോലെ ഈ ഒരു ക്ലാസ് കേൾക്കുവാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. റാണി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം ഒരു ബിസിനസ് വുമണും ഒരു ടീച്ചറും ഒരു ട്രെയിനറും കൂടെയാണ്. ബാംഗ്ലൂരിലാണ് മാം സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. അപ്പോ മാമിന് വേണ്ടി മാം വെൽക്കം മാം. താങ്ക് യു സജന. നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. എന്നെ കുറിച്ചും നമ്മുടെ ബുക്കിനെ കുറിച്ചും ഒക്കെ വിഷയത്തെ കുറിച്ചും നല്ല രീതിയിൽ ചുരുങ്ങിയ വാക്കുകൾ നല്ല രീതിയിൽ പ്രതിപാദിച്ചതിന് ഒരുപാട് നന്ദി സജന. അതുപോലെ ഇന്നിപ്പോ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും, ഇപ്പോ ഞാൻ കാണുന്നുണ്ട് എൻ്റെ 1-2 ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായതിന് എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിന്. അപ്പോ ഇന്ന് മഴയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സുഖിച്ച് ഒരു കട്ടനൊക്കെ കുടിച്ചിരിക്കുവാണോ? എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചോ? ഇതൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സംഭാഷണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വർത്തമാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോവാണ്, അല്ലെങ്കിൽ ഞാൻ വിളിക്കുവാണ്, ക്ഷണിക്കുവാണ്. എന്തായാലും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്ക് സംസാരിച്ച് കഥകളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് നമുക്കങ്ങ് മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ. മൈക്ക് ഓൺ ചെയ്യാം, നിങ്ങൾക്ക് പറയാം, ഉത്തരങ്ങൾ പറയാം, ഒക്കെ ചെയ്യാം. അപ്പോ നമുക്കൊരു എന്താ പറയാ, ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു വർത്തമാനം എന്നതിലേക്ക് പോയാൽ മതി. വലിയ ഇതിലേക്കൊന്നും പോകണ്ട. എന്നുവെച്ചാൽ അത്രയ്ക്കും ഒരു ഇതാണ് എന്ന് ഞാനും വിചാരിക്കുന്നില്ല. നമുക്കൊരു സംഭാഷണം അല്ലെങ്കിൽ ഒരു വർത്തമാനം, അതിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരും കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു പുസ്തകത്തെ കുറിച്ചാണെങ്കിൽ പോലും അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ജോസഫ് അന്നംകുട്ടി ജോസഫിന്റെ ആരും കാണാത്ത യുദ്ധങ്ങൾ എന്നൊരു പുസ്തകം ഈ അടുത്തിടെ ഇറങ്ങിയതാണ്. ഒരുപാട് സർക്കുലേഷൻ നടന്ന ഒരു പുസ്തകമാണ്. ഒരുപാട് പേര് അത് വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ വന്നൊരു ചോദ്യമുണ്ട്. എത്രയോ അപരിചിതരുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. നമ്മൾ പരിചിതരാണ് എന്ന് കരുതുന്ന പലരും നമ്മൾക്ക് അപരിചിതരാണ്. അങ്ങനെ തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. അത് ഓരോ കഥകളിലൂടെ അല്ലെങ്കിൽ ഓരോ അനുഭവ കഥകളിലൂടെ അന്നംകുട്ടി ജോസഫ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മൾ ബസ്സിൽ വെച്ചിട്ട് നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരു ചേട്ടനെ കാണുന്നുണ്ടാവും. ഇന്നും ചിരിച്ച മുഖത്തോട് കാണുന്ന ആ ചേട്ടൻ എന്താണെന്നോ ഏതാണെന്നോ നമുക്കറിയില്ല. അതുപോലെ നമ്മുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കൂട്ടുകാരനാണെങ്കിലും തമാശ പറഞ്ഞു ചിരിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടാവും. അതുപോലെ എപ്പോഴും നമ്മുടെ വീട്ടിലെ സന്തോഷവതിയായി കാണപ്പെടുന്ന നമ്മുടെ അമ്മ. ഇവരുടെയൊക്കെ ഉള്ളില് നമ്മൾ ആരും കാണാത്ത ചില യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ? ഇല്ലെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ ഉള്ളില് ശരിക്കും പറഞ്ഞ അങ്ങനെയുള്ള ചില യുദ്ധങ്ങൾ നടക്കുന്നില്ലേ? ആരോടും തുറന്നു പറയാനും അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനും കഴിയാതെ ഒതുക്കി വെച്ച എത്രയോ യുദ്ധങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത്.
എല്ലാവരുടെയും മനസ്സിലിപ്പോ ഇപ്പൊ തന്നെ നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, പലരുടെയും മനസ്സ് പലയിടത്തായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്, ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള ചില സംഘർഷങ്ങളും സംവാദങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പുറമെ ശാന്തമാണെന്ന് തോന്നിക്കുന്ന പല മനുഷ്യരുടെയും ഉള്ളില് ഒരു കൊടുങ്കാറ്റുണ്ട്. അവർ ആരോടും പറയാതെ, ആരുടെയും സഹായമില്ലാതെ മനസ്സിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് ദിവസവും യുദ്ധം ചെയ്യുന്നുണ്ട്. അല്ലെ? നമുക്ക് വേണ്ടിയാണോ ഈ യുദ്ധം എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ തോറ്റു പോകരുത് എന്നൊരു വാശിയോടുകൂടിയുള്ള യുദ്ധങ്ങളാണ് അതൊക്കെ. തോൽക്കാൻ മനസ്സില്ലാത്തത്. നമുക്ക് മറ്റു പലരുടെ മുഖംമൂടി, പുറംമൂടി കണ്ടിട്ട് വിലയിരുത്തുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അല്ലെ? സമൂഹം നമ്മളെ അങ്ങനെയൊക്കെയാണ് കുറെ പഠിപ്പിച്ചിരിക്കുന്നത്. പുറത്തെന്താണോ കാണുന്നത് അതിനെ വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ രീതി. ശരിക്കും പറഞ്ഞാൽ അതിനൊപ്പം പോവാനാണ് ഇന്നത്തെ സമൂഹവും നമ്മളും ഒക്കെ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ കാണാറില്ലേ, റീൽസ് ഇടുന്ന പെൺകുട്ടികള്, നല്ല ചിരിച്ചുള്ള, ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നത്. എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി കാണുന്നത്. പലരെയും നമ്മൾ വീണ്ടും ഒരിക്കൽ കാണുമ്പോൾ ആ ചിരി അവരുടെ മുഖത്തില്ലാതിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വേദന തോന്നാറുണ്ട്. പലരും അപ്രത്യക്ഷിതമായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവരുടെ വേദനകൾ തിരിച്ചറിയാറുള്ളത്. അതൊക്കെ ജോസഫ് ഈ പുസ്തകത്തിൽ പല കഥകളിലായിട്ട് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നമ്മുടെ സമൂഹം ശരിക്കും പറഞ്ഞാല് കുറെ ആവശ്യമില്ലാത്ത കുറെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിങ്ങനെയേ പാടുള്ളൂ. അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹം പല കാര്യങ്ങളും നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മളൊക്കെ അതിനടിമപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ സമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഒരു വ്യക്തിയെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് ജോസഫ് ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഈ കഥയുടെ പശ്ചാത്തലം ശരിക്കും ജോസഫ് വിവരിക്കുന്നത് നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ്. ഒരു പെൺകുട്ടി, അവൾക്കൊരു ഇരുണ്ട നിറമാണ്, ഒരു കറുത്ത പെൺകുട്ടി എന്ന് നമുക്ക് പറയാം. നമ്മുടെ വാക്കുകളിൽ, അല്ലെങ്കിൽ എന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ കറുത്ത സുന്ദരി എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ കാലം അല്ലെങ്കിൽ സമൂഹം അങ്ങനെയല്ല അവളെ കാണുന്നത്. അപ്പോ ഒരു കല്യാണത്തിന് നല്ല ഡ്രസ് ഇട്ട്, എത്ര കളർഫുൾ ആയ ഡ്രസ് ഇട്ട് എത്ര ഒരുങ്ങി ചെന്നാലും അവളെ മാറ്റി നിർത്താറുണ്ട്. അല്ലെങ്കിൽ ഈ നിറം നിനക്കത്ര ചേരുന്നില്ല, ഇത് നിനക്ക് കുറച്ചുകൂടെ നിറമുണ്ടായിരുന്നെങ്കിൽ ഇതിന് ഒത്തിരി കൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു, ഇപ്പൊ ഡ്രസ്സിന്റെ ഭംഗി പോയോ എന്നൊരു സംശയം. ഇങ്ങനെ പല വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിക്കുന്ന ഒരു സമൂഹം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മാനസികാവസ്ഥ, ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇവളുടെ ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കമന്റുകൾ അവളെ പലപ്പോഴും പതുക്കെ പതുക്കെ പുറകേക്ക് തള്ളി നീക്കാറാണ് പതിവ്. അവൾ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. കണ്ണാടിയിൽ മുന്നിൽ നിൽക്കുന്നത് അവൾക്ക് വെറുപ്പായി തോന്നുന്നു. സ്വന്തം ശരീരത്തെ അവൾ ശപിക്കാൻ തുടങ്ങുന്നു. ഈ കഥകളെ കുറിച്ച് ജോസഫ് പറയുന്ന ഒരു ചെറിയ സംഭാഷണ ശകലമുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും പ്രതികരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലിരുന്ന് വേവുന്ന ഒരു സംഭാഷണ ശകലം. ജോസഫെ, കറുത്തുപോയത് എന്റെ തെറ്റാണോ? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഏത് നിറം വേണമെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചിരുന്നോ? ബന്ധുക്കളുടെ ചോദ്യം കേട്ട് മടുത്തിട്ടാണ് ഞാൻ മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത്. എന്റെ ഉള്ളിൽ വലിയൊരു ഭാരമുണ്ട്, പറയാൻ പറ്റാത്ത സങ്കടം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കണ്ടിട്ടുള്ളവർക്ക് ഉത്തരം പറയാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ, പൊക്കം കുറഞ്ഞതിന്റെ പേരിലോ, ഭംഗി കളർ കുറഞ്ഞതിന്റെ പേരിലോ, അല്ലെങ്കിൽ പല്ല് കുറച്ച് പൊന്തിയതിന്റെ പേരിലോ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സമൂഹം നമ്മളോട് പ്രതികരിക്കുന്നത് പല രീതിയിലാണ്. ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് ജോസഫ് ഇതിൽ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. നമ്മളുടെ വാക്കുകളുടെ മൂർച്ച ശരിക്കും പറഞ്ഞാൽ ഒരാളെ അപകർഷതാബോധത്തിന്റെ പടുകുഴിയിലേക്കാണ് തള്ളിവിടുന്നത്. അപ്പൊ നമ്മൾ ചിലരെ കാണുമ്പോൾ പറയില്ലേ, തടിയാ, ഇത് എന്തൊരു തടിയാ നിനക്ക് എന്ന് ചോദിക്കാറില്ലേ? അത് ചിലപ്പോ പറയും, നീ എന്താണ് ഇങ്ങനെ കറുത്തു പോയത്, അല്ല നിന്റെ പല്ലെന്താ ഇങ്ങനെ, നീ എന്താ ഇത്ര മെലിഞ്ഞത്? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് സമൂഹത്തിന്റെ മുന്നില്. നമ്മൾ ഇതൊക്കെ ചോദിച്ച് ഒരു തമാശ രൂപത്തില് അതങ്ങ് വിട്ടുപോകും. പക്ഷെ ഇത് കേൾക്കുന്ന ആളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ?
ഇത് കേൾക്കുന്ന ആളെന്താ ചെയ്യുക? അവൻ പിന്നീട് എപ്പോഴൊക്കെയോ കണ്ണാടിയിൽ മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ ചെവികളിൽ ഈ വാക്കുകൾ മുഴങ്ങും. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ ചെറിയ തമാശകൾ ചിലപ്പോൾ ഒരുപാട് താഴേക്ക് പോവാൻ അവരുടെ വ്യക്തിത്വത്തെ എത്തിക്കുന്നുണ്ട്. ഒരാളെ നമ്മൾ കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും അവന്റെ പുറംമോടിയിലല്ലാതെ അവനെ കുറച്ച് കരുണയോട് കൂടി നോക്കിക്കാണാൻ ശ്രമിക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ജോസഫ് നൽകുന്ന ഒരു പാഠം. അതോടൊപ്പം തന്നെ സ്വയം സ്വീകരിക്കുക എന്നൊരു വാക്കുകൂടെ ജോസഫ് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളെ ലോകം എങ്ങനെ കാണുന്നു എന്നല്ല, നിങ്ങൾ എങ്ങനെ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയത്. നിങ്ങളുടെ ശരീരത്തെയോ നിങ്ങളുടെ രൂപത്തെയോ നിങ്ങളുടെ ആകൃതിയോ ഒന്നുമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ എന്താണോ, നിങ്ങൾ എങ്ങനെയാണോ, അതായിരിക്കണം നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്. ഇപ്പോ നമ്മൾ ഈ പ്രകൃതിയിൽ ഒരുപാട് പൂക്കളെ കാണാറില്ലേ? എല്ലാ പൂക്കളും ഒരുപോലെയാണോ? അല്ല. ഒരേ നിറമാണോ? അല്ല. ഒരേ രൂപമാണോ? അതുമല്ല. എല്ലാം ഇങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും പല കളറിലും പല വലിപ്പത്തിലുമാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ഭംഗിയില്ലേ? എല്ലാത്തിനെയും കാണാനും ഭംഗിയുണ്ട്. നമ്മൾ മൂക്കോട് അടുപ്പിച്ച് നോക്കിയാൽ ചെറിയൊരു വാസനയും അതിനുണ്ടാവും, ഇല്ലേ? അപ്പോ അതുപോലെ തന്നെയാണ് നമ്മൾ. നമ്മുടെ രൂപത്തിനോ ഭാവത്തിനോ അല്ലെങ്കിൽ നിറത്തിനോ ഒന്നും ഒരു ഇതില്ല. നമ്മളെ തന്നെ നമ്മൾ സ്വയം അംഗീകരിക്കുക എന്നത് ഈ കഥയിലൂടെ ജോസഫ് നമുക്ക് തരുന്നുണ്ട്, പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇതുപോലെ തന്നെ ജോസഫ് പറയുന്ന മറ്റൊരു കഥയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തെ ഈ പുസ്തകത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ഒരു ഭാഗം അതാണ്. ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ വിഷാദത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വീണുപോയ മനുഷ്യരെ കുറിച്ചിട്ടാണ് ജോസഫ് ഈ കഥയിൽ പറയുന്നത്. പുറമേക്ക് വലിയ വിജയവും വലിയ സാമ്പത്തിക ഭദ്രത, ഇതൊക്കെയുള്ള സാമ്പത്തിക ഭദ്രതയുണ്ട്, എല്ലാ കാര്യങ്ങളുമുള്ള അല്ലെങ്കിൽ നല്ല ഫാമിലി, നല്ല വൈഫ്, കുട്ടികളൊക്കെയുള്ള ഒരു ഫാമിലി പുറമേ നിന്ന് കണ്ടാൽ ഏറ്റവും സമ്പന്നമെന്ന് അല്ലെങ്കിൽ ഏറ്റവും സമൃദ്ധമെന്ന് നമുക്ക് തോന്നുന്ന ഒരു വ്യക്തിയെ ജോസഫ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ യുവാവ് പിന്നീട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. ഈ യുവാവ് പിന്നീട് പറയുന്ന വാക്കുകളാണ് ശരിക്കും പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തടിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അയാൾക്ക് പണമോ പ്രശസ്തിയോ ആഡംബരമോ ഒന്നും ആയിരുന്നില്ല കുറവായിട്ടുണ്ടായിരുന്നത്. അയാളെ കേൾക്കാൻ, അയാളുടെ സങ്കടങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ അയാൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബന്ധമോ ഒരാളോ അയാൾക്കുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴൊക്കെ അയാൾ മറ്റുള്ളവരുടെയൊക്കെ ഓടിയെത്തുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എന്ന് അയാൾ പറയുന്ന പല സന്ദർഭങ്ങളിലും മറ്റുള്ളവർ അയാളെ കളിയാക്കുകയാണ് ചെയ്തത്. നിനക്ക് എന്തിന്റെ കുറവാ? നിനക്ക് അതില്ലേ? നിനക്ക് ഇതില്ലേ? നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? നിനക്കെന്താ വട്ടാണോ? എന്നൊക്കെ ചോദിച്ച് വീണ്ടും വീണ്ടും സമൂഹം അയാളെ പരിഹസിക്കുകയായിരുന്നു. ജോസഫിനോട് അയാൾ പറയുന്നുണ്ട്, എനിക്ക് വിഷമമുണ്ടെന്ന് പറയുമ്പോൾ ആരും എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ല. എല്ലാവരും എനിക്ക് തന്നത് ഉപദേശങ്ങളാണ്. നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, നീ പോസിറ്റീവായി ചിന്തിക്കാത്തത് കൊണ്ടാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. എനിക്ക് വേണ്ടത് ഉപദേശങ്ങളായിരുന്നില്ല. എന്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഞാൻ കൂടെയുണ്ട്, നിന്നോടൊപ്പമുണ്ട് എന്ന് പറയാനുള്ള ഒരു ഹൃദയത്തെയായിരുന്നു. എന്നെ കൂട്ടിപ്പിടിക്കുന്ന രണ്ട് കൈകളായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു സഹായമാണത്. മറ്റുള്ളവരെ ഒന്ന് കേൾക്കുക. തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മനസ്സ് വിങ്ങുന്നതോ ശരീരം പൊടിയുന്നതോ നമ്മൾ അറിയാറില്ല. നമ്മൾ പുറമേയുള്ള അയാളുടെ ബാഹ്യ ആഭരണങ്ങൾ അല്ലെങ്കിൽ ആടയാടകൾ കണ്ടിട്ടാണ് നമ്മൾ അയാളെ വിലയിരുത്തുന്നത്. അപ്പോ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കൂടെയുള്ളവരെ കേൾക്കാനൊന്ന് തയ്യാറാവുക. നമുക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ സമയമുണ്ട്, റീൽസ് കാണാൻ സമയമുണ്ട്. നമ്മുടെ കൂടെ ഇരിക്കുന്നവന്റെ ദുഃഖങ്ങളോ അവന്റെ മനസ്സോ അറിയാനുള്ള സമയമോ സന്ദർഭമോ നമ്മൾ ഒരിക്കലും കണ്ടെത്തുന്നില്ല. അപ്പോ ഈ കഥയിലൂടെ നമ്മളോട് ജോസഫ് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്നവനെ ഒന്ന് തൊട്ടു നോക്കുക എന്നതാണ്. ചിലപ്പോൾ
നിങ്ങൾക്കൊരു ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു സമൂഹത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലൂടെ കഴിഞ്ഞെന്നിരിക്കും. സഹായം ചോദിക്കുന്നത്, ഇപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഞാൻ വിങ്ങിപ്പൊട്ടുന്നു, അല്ലെങ്കിൽ എനിക്കിങ്ങനെയുണ്ട് സഹായം, നിങ്ങൾക്ക് ആരോടെങ്കിലും സഹായം ചോദിക്കാം. അത് കുറവായിട്ട് ആരും കരുതേണ്ടതില്ല, അതൊരു കുറവാണെന്ന് ആരും കരുതേണ്ട. അത്തരത്തിൽ സഹായം ചോദിക്കാൻ നമുക്ക് ഒരു വിശ്വസ്തനായ ഒരു ഫ്രണ്ടിനെയോ, അല്ലെങ്കിൽ ഇപ്പോ ഒരുപാട് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോ എന്താ പറയാ, ഒരുപാട് ആപ്പുകളും ഒക്കെ ഉണ്ട്. എത്രത്തോളം വിശ്വസനീയമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ തേടിയെടുക്കാം. നിങ്ങളുടെ കഥകളോ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളോ നിങ്ങൾക്ക് അവരോട് പറയാം. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിജീവനത്തിന്റെ ആദ്യത്തെ വഴി. ഇതുപോലെ തന്നെ ജോസഫ് പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും മത്സരിക്കാനുള്ള തിരക്കാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഓടാനുള്ള, ഒന്നാമതെത്താനുള്ള ഒരു തിരക്ക്. ഒന്നാമത് ഓടണം, ഒന്നാമതെത്തണം. നമ്മൾ നമ്മുടെ കുട്ടികളോടും അത് തന്നെയാണ് പലപ്പോഴും പറഞ്ഞു കൊടുക്കാറ്. ക്ലാസ്സിൽ ഫസ്റ്റ് ആയില്ലെങ്കിൽ, ഒരു മാർക്ക് കുറഞ്ഞാൽ ഒരുപാട് വേദനിക്കുന്ന മാതാപിതാക്കൾ. വേദനയാണോ അവരുടെയെന്ന് അറിയില്ല, വാശിയാണോ ദേഷ്യത്തോടോ അറിയില്ല, കുട്ടികളാണ് അതിൽ ഇരകളാവാറുള്ളത് പലപ്പോഴും. എന്തിനാണ് ഇത്ര ഓടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത്? ഇതിന്റെയൊന്നും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും അവർ വലിയവർ തന്നെയാണ്, അവർ ഒത്തിരി ഉയരങ്ങളിലെത്തും എന്ന് തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിച്ച് അവരുടെ കൂടെ ഒന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി. ഇതില് ജോസഫ് പറയുന്ന ഒരു കഥയുണ്ട്. സ്കൂളില് ഒന്നാം മകനാകാൻ ഓടുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് തഴുകപ്പെടുമ്പോഴോ നമ്മൾ തകർന്നു പോകുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. തന്റെ സ്കൂൾ കാലഘട്ടത്തിന്റെ അനുഭവമാണ് പറയുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിൽ മറ്റോ പങ്കെടുത്ത് രണ്ടാമതായ സാഹചര്യം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അന്ന് വിജയിച്ച ആളെ അസൂയയോടെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ തളർന്നു പോകുന്നു എന്നതിലല്ല, ഒന്നാമതാകുന്നതും വലിയ കാര്യമല്ല, പക്ഷെ നീ ഇതിൽ നിന്ന് പിടിച്ച് മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ നീ ഇതിനെ താങ്ങാൻ, അല്ലെങ്കിൽ നീ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറാവുക എന്നതാണ് നിന്റെ ഏറ്റവും വലിയ പോരാട്ടം. അതിലാണ് നിന്റെ വിജയം ഇരിക്കുന്നത്. ഒരാൾ തോറ്റുപോകുന്നു എന്നതുകൊണ്ട് അയാളുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. അവിടെ കഥ തുടങ്ങുകയാണ്, വിജയത്തിന്റെ കഥകൾ. നിങ്ങളിൽ പലർക്കും ഉണ്ടാവില്ലേ ഇത്തരത്തിലുള്ള കഥകൾ? ഈ സെഷൻ കഴിയുമ്പോൾ ഒന്ന് പറയണേ നിങ്ങളുടെ അനുഭവങ്ങൾ. തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് പടിവെച്ച് കയറിയ ഒരുപാട് പേര് ഇതിലുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ കാണും. അപ്പോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കൂ. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം മാത്രമല്ല, അത്തരം ചിന്തകൾ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോ അതിനു വേണ്ടിയിട്ടും നിങ്ങൾ പറയണം. പിന്നെ നമ്മളെ വീട്ടുകളിൽ കാണാതെ പോകുന്ന അമ്മമാരെ കുറിച്ച് ജോസഫ് പറയുന്നുണ്ട്. നമുക്ക് രാവിലെ എല്ലാ ഭക്ഷണവും, ഇപ്പോ അമ്മമാരെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പൊ നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം റെഡിയാക്കി ഒരുക്കി, പോകേണ്ടവരെ പോകാൻ പറഞ്ഞയച്ചു, സ്കൂളിലേക്ക്, ഓഫീസുകളിലേക്ക് എല്ലാം ചെയ്തു. എല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ആലോചിക്കും, ഇല്ലേ, എന്നോട് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ. നിനക്ക് സുഖമാണോ? നീ ഭക്ഷണം കഴിച്ചോ? നിനക്കെന്ത് വേണം എന്ന് ചോദിക്കുന്ന ആരെയെങ്കിലും നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിക്കാറില്ലേ? ഇല്ലേ? നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നില്ലേ അത്ര ആളുകളെ? ഒരു ചിലപ്പോ ഒന്ന് തളർന്നിരിക്കുമ്പോൾ ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി കൊണ്ടുവന്നിട്ട്, അമ്മേ കുടിക്ക്, അമ്മ ക്ഷീണിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് തളർച്ച തോന്നുന്നോ, ഈ കോഫി കുടിക്കുക എന്ന് പറയുന്ന ആ ഒരു സന്ദർഭം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒക്കെ വന്നു പോയിട്ടില്ലേ? ഇല്ലെങ്കിൽ ഒന്ന് വയ്യാതെ കിടക്കുമ്പോൾ, തലവേദനയാണോ അമ്മേ, ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുത്തിരുന്ന് നമ്മുടെ തലയിൽ ഒന്ന് കൈവച്ചാൽ മാത്രം തളർന്നു പോകുന്ന മാതൃത്വമേ നമുക്കൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സ്നേഹമാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അപ്പോ അത്തരം സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഒരിക്കലും പാഴാക്കാതിരിക്കുക. നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ജീവിതത്തിൽ അത് മാത്രമാണ്. ഇനി നമ്മളിപ്പോ പറയുന്നത്, നമ്മൾ പലരും കേൾക്കാറുണ്ട്, ഈ ബ്രേക്കപ്പുകള്, പ്രണയ നൈരാശ്യങ്ങള്, ഇതിലൊക്കെ പെട്ടിട്ട് നമ്മുടെ സമൂഹം വളരെയധികം എന്താ പറയാ, ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനിലേക്കും
അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്കൊക്കെ പോകുന്ന കാര്യത്തിൽ പറഞ്ഞിട്ട് വളരെ സത്യസന്ധമായ രീതിയിൽ വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടാണ് ജോസഫ് തന്റെ പ്രണയബന്ധത്തെ കുറിച്ചും ഈ ഒരു ബ്രേക്കപ്പിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയം മാത്രമായി എടുക്കേണ്ട. നമ്മുടെ ജീവിതത്തില് നമ്മളെ ഏറ്റവും സ്നേഹിച്ച അച്ഛൻ, അമ്മ, മക്കൾ ഇവരൊക്കെ വേർപിരിഞ്ഞു പോകുമ്പോഴുള്ള ഒരു ദുഃഖമുണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് നമ്മൾ കരുതാറുണ്ട്. ഒരു ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും താഴണമോ അല്ലെങ്കിൽ ഇത്രയും നമ്മൾ തകർന്നു പോണമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതിനെല്ലാം മറുപടിയായിട്ട് നമ്മൾ കരുതേണ്ടത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരാൾ തകർത്താൽ തകരുന്നതല്ല നമ്മുടെ ജീവിതമെന്നും നമ്മുടെ മനസ്സെന്നും നമ്മൾ സ്വയം കരുതുക. മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലപ്പുറം നമ്മളൊന്ന് വളർത്തിയെടുത്താൽ മാത്രം മതി. നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയും. ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് അച്ചടിച്ചു വെച്ച വെറും വരികളായിട്ട് തോന്നിയില്ല. നമ്മള് രാത്രി എത്രയൊക്കെയോ ഘോഷയാത്രകളും എത്രയൊക്കെ ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ കിടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അല്ലെ എല്ലാ ബഹളങ്ങളും ഒക്കെ കിടന്നു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ശൂന്യതയുണ്ട്. എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ മാത്രമാകുന്ന ഒരു ശൂന്യത. ആ സമയത്ത് നമ്മുടെ തലയിണയിലേക്ക് പലപ്പോഴും ഒഴുകി വീഴുന്ന ഒന്നോ രണ്ടോ കണ്ണുനീർ തുള്ളികളുണ്ട്. ആ നനവിന്റെ ചൂടാണ് ജോസഫിന്റെ ഈ വരികൾക്കെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു വായിക്കുമ്പോൾ. ഇത്തരത്തിൽ ഒരനുഭവ കഥകൾ വിവരിക്കുന്ന കഥാകാരൻ ശരിക്കും ഇതൊക്കെ അനുഭവിച്ച് തന്നെയായിരിക്കണം മുന്നോട്ട് വന്നിരിക്കുക. ജോസഫ് തന്റെ പ്രണയ നഷ്ടത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഒരു പ്രണയ നഷ്ടം മാത്രമല്ല, ഒരു അച്ഛൻ അമ്മയെ വിട്ടു പോകുമ്പോഴും അല്ലെങ്കിൽ അമ്മ മകനെ വിട്ടു പോകുമ്പോഴും ഒക്കെ പോട്ടെ, ഒരു നല്ല സുഹൃത്ത് നമ്മൾ ഉപേക്ഷിച്ച് പോകുമ്പോഴും ഒക്കെ നമ്മൾ ഈ വേദനകൾ അനുഭവിക്കാറുണ്ട്. അപ്പോ സ്വയം തയ്യാറെടുക്കുക. നമ്മുടെ മാറ്റങ്ങളും നമ്മൾക്ക് വരുന്ന മാറ്റങ്ങളും ഉൾക്കൊള്ളാനായിട്ട് സമൂഹത്തെ നല്ലൊരു രീതിയിലേക്ക് എത്തിക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തില് ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ മറ്റാരും കാണാതെ ഒരു യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾ തനിച്ചല്ല. നമ്മളെല്ലാവരും ഒരേ തോണിയിലെ യാത്രക്കാരാണെന്ന്. അതെ, നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു സംഘർഷം, മറ്റൊരു യുദ്ധം നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന മുഖങ്ങൾക്കപ്പുറം നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത, അല്ലെങ്കിൽ നമ്മളെ അറിയുന്നവർ അറിയരുത് എന്ന് കരുതി നമ്മൾ കൊണ്ടു നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ പുസ്തകം നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഉള്ളതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഉള്ളതുപോലെ തന്നെയാണ് മറ്റുള്ളവരും എന്നറിയുമ്പോഴുള്ള ഒരു ആശ്വാസം പകരാനെങ്കിലും ഈ പുസ്തകം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പരാജയങ്ങളെ സ്നേഹിക്കാനാണ് ജോസഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. മുറിവുകളില്ലാത്ത മനുഷ്യരില്ല. ആ മുറിവുകളാണ് നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കി മാറ്റിയത്. ആ പാടുകളെ ഓർത്ത് ലജ്ജിക്കരുത്. അത് നമ്മുടെ നേട്ടമായിട്ട് കരുതുക. ആ പൊരുതി നേടാനുള്ള മനസ്സ് തന്ന നമ്മുടെ സാഹചര്യങ്ങളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ഗുരുക്കന്മാരോട് ഒരിക്കലെങ്കിലും നന്ദി പറയുക. ബന്ധങ്ങളുടെ വിള്ളലുകളെ കുറിച്ചും നഷ്ടപ്രണയത്തെക്കുറിച്ചും വളരെ സത്യസന്ധമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുള്ള സ്നേഹത്തിന് നൽകുന്ന പേരാണ് പ്രാർത്ഥന. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുള്ള സ്നേഹത്തിന് നൽകുന്ന പേരാണ് പ്രാർത്ഥന, അല്ലേ? അതുപോലെ നിങ്ങൾക്കും ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാത്ത, മറ്റുള്ളവർ കാണാതെ നിങ്ങൾ കണ്ടുകിടക്കുന്ന ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ നമുക്കൊരു പോംവഴി അല്ലെങ്കിൽ ഒരു വഴി നമ്മൾ കണ്ടെത്തും. നമ്മൾ ഒരിക്കലും തോൽക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇതായിരിക്കണം നമ്മൾക്ക് വേണ്ടത്. നമുക്ക് തോൽവികൾ വരും, പ്രണയം തകരും, ബിസിനസ് പൂട്ടാം, പരീക്ഷയിലും തോൽക്കാം.
എന്നാലും അതൊന്നും നമ്മുടെ ജീവിതത്തിലെ ഒരു പൂർണ്ണ വിരാമമല്ല. അതൊരു കോമ മാത്രമാണ്. ഒരു കോമയിട്ട് ജസ്റ്റ് മുന്നോട്ട് പോവാനുള്ള ഒരു വഴി. ഒന്ന് നിൽക്കുക, ഒരു സെക്കൻഡ്, എന്നിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. നാം മറ്റുള്ളവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ വാക്കുകളാണ്. നീ സൂപ്പറാണ്, നിന്നെ കൊണ്ട് പറ്റൂ, നിനക്കേ ഇത് ചെയ്യാൻ കഴിയൂ, അല്ലെ നിനക്കേ ഇങ്ങനെ പെരുമാറാൻ പറ്റൂ എന്ന് പറയുന്ന ആ ഒരു വാക്കുകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് അവരെ അഭിനന്ദിക്കാൻ കിട്ടുന്ന ഒരു അവസരമുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ഒരു ധൈര്യം, ഒന്ന് പുറകിലൊന്ന് തട്ടി അല്ലെങ്കിൽ ഷോൾഡറിൽ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് പറയുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടില്ലേ അത്? ഉണ്ടാവും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ദൂരം തിരുന്നായിരിക്കും നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് വരുന്ന ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ പോലും നമ്മളെ പലപ്പോഴും തിരിച്ചു കൊണ്ടുവരാറുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ പരാജയങ്ങൾക്കപ്പുറം മറ്റുള്ളവരുടെ സ്നേഹത്തിനും സൗഹൃദത്തിനും ഒരുപാട് ബന്ധങ്ങൾക്കും മുൻകൂട്ടം നൽകിക്കൊണ്ട് നമ്മുടെ സെഷൻ നമുക്ക് സമാപനത്തിലേക്ക് അല്ലെങ്കിൽ എത്തിക്കാം. ആരും കാണാത്ത യുദ്ധങ്ങൾ എന്ന പുസ്തകം നിങ്ങളെ കരയിപ്പിക്കും, നിങ്ങളെ ചിന്തിപ്പിക്കും, ഒടുവിൽ അവർക്ക് ജീവിക്കാനുള്ള വലിയൊരു ധൈര്യം നൽകും. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും, അല്ലെങ്കിൽ എന്റെ മുന്നിലുള്ള ഈ കാണുന്ന മുഖങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഉള്ളിലും ഒരു യുദ്ധം നടക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ടാവും. ഭാവിയെക്കുറിച്ചുള്ള പേടി, പരാജയപ്പെടുമോ എന്നുള്ള ഭയം, ഒറ്റപ്പെടൽ ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, അതിൽ നമ്മൾ നാണിക്കേണ്ടതോ ലജ്ജിക്കേണ്ടതോ ഭയപ്പെടേണ്ടതോ ഒന്നുമില്ല. ഇത് എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്തകളാണ്, എല്ലാവരുടെയും തോന്നലുകളാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉള്ള യുദ്ധങ്ങൾ മറ്റാരും കാണുന്നില്ലായിരിക്കാം. പക്ഷെ ഓർക്കുക, ആ യുദ്ധത്തിൽ തളരാതെ മുന്നോട്ട് പോകുന്ന നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോ. വീണു പോകുന്നത് തകർച്ചയല്ല, വീണടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ മടിക്കുന്നതാണ് തകർച്ച. നമുക്ക് പോരാടാം. നിങ്ങളൊക്കെ റെഡിയല്ലേ? ആരൊക്കെയുണ്ട് റെഡിയായിട്ട്? ഓക്കെ. നമ്മുടെ ഉള്ളിൽ ഇരുട്ടിനോട് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും, ഇല്ലേ? നാളേക്ക് നമ്മുടെ സമൂഹത്തിന്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഊർജം പകരാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. എല്ലാവരുടെ മനസ്സിലെ യുദ്ധങ്ങൾക്കും ഒരു നല്ലൊരു സമാപനം അല്ലെങ്കിൽ നല്ലൊരു ഇതുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നോടൊപ്പം ഇത്രയും നേരം കൂട്ടുനിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു റാണി മാം. നല്ലൊരു സെഷൻ കേട്ടോ, നല്ലൊരു കഥ കേട്ട ഒരു ഫീല്. നമ്മളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് എന്നും നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കണമെന്നും അവരെ നമ്മൾ ചേർത്ത് പിടിക്കണമെന്നൊക്കെ ഒരു കഥാരൂപത്തിൽ ഒരു കേട്ടിരുന്നു പോകുന്ന ഒരു കഥ തന്നെ അങ്ങനെ തന്നെ മാം അവതരിപ്പിച്ചു. താങ്ക് യു. അപ്പൊ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതില് കുറെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ടാവും. അതുപോലെ നിങ്ങളുടെ എല്ലാം വിലയേറിയ ഫീഡ്ബാക്ക് പറയാനും ഉണ്ട്. അതിനുവേണ്ടി ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നു. ഫീഡ്ബാക്ക് പറയാനുള്ളവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരുന്നു. താങ്ക് യു സജന. അംബിക മാം. അല്ല, ജോളി മാം കൈവക്കിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പറയും മാം. മ്യൂട്ടാണ് മാം. ജോളി മാം മ്യൂട്ട്. ഗുഡ് ഈവനിങ് റാണി മാം. വളരെ മനോഹരമായ ഒരു ടോപ്പിക്സ്
പിന്നെ അന്നാക്കുട്ടി ജോസഫിന്റെ പുസ്തകത്തിൽ കൂടെ നമ്മളെ അറിയിച്ചു, പറഞ്ഞു, വളരെ ശാന്തമായിട്ട് പറഞ്ഞു തന്നു. ഞാനത് വളരെ യോജിക്കുന്നു. പക്ഷെ എത്ര പേര് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ട്? അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം എത്ര നല്ലതായിരുന്നേനെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെങ്കിലും ഇങ്ങനെ ആയി വരണമേ എന്നുള്ളതാണ് എന്റെ മനസ്സിലും. ഞാനും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം, അല്ലെങ്കിൽ ഒരു ചേർത്തുപിടിപ്പ്, അങ്ങനെ എന്തെങ്കിലും അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്നത്. പക്ഷെ ദോഷം ചിന്തിക്കാനും പറയാനും ഞാൻ ആഗ്രഹിക്കാറില്ല, ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുന്ന സ്വഭാവക്കാരിയല്ല. പക്ഷെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ പോലും കാണാത്തത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗോസിപ്പ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വിദ്യാഭ്യാസം ഉള്ളവരുടെ കൂട്ടത്തിൽ, വിദ്യാഭ്യാസം ഇല്ല, എഡ്യൂക്കേറ്റഡ് അല്ലാത്തവർ പോട്ടെ, അവർക്ക് എഡ്യൂക്കേറ്റഡ് അല്ല, അവർക്ക് അത്രയ്ക്കുള്ള ലോ ക്ലാസ് ലെവലിലാണ്, അവരുടെ മൈൻഡ് ഡെവലപ്പ് ആയിട്ടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ കാണുന്നത്, എന്തെങ്കിലും ഒരു ഗോസിപ്പ് ഒരാളെ പറ്റി ഒന്ന് പറഞ്ഞാൽ അത് നൂലെ കെട്ടി നാരെ കെട്ടി വലിച്ച് നീട്ടി വലിച്ചെഴച്ച് ആ വ്യക്തിയെ ഇല്ലായ്മയാക്കി കൊല്ലും. ഇതിൽ സത്യമുണ്ടോ ഇല്ലയോ, ഇതെന്താണ് ഇങ്ങനെ പറയാനുണ്ടായ കാരണം, അല്ലെ ആ വ്യക്തിയോടെങ്കിലും ശാന്തമായി വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ഒന്ന് കേട്ടല്ലോ, എന്തെങ്കിലും സത്യമുണ്ടോ, വെറുതെ ആണോ എന്നൊന്ന് ചോദിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ ഇത് പരത്തി ആ വ്യക്തിയെ കൊന്നുകളയുന്ന അനുഭവമാണ് നമ്മുടെ സമൂഹത്തില്, നമ്മുടെ എൻവയോൺമെന്റില്, പ്രത്യേകിച്ച് കേരളത്തില്. അത് കുറ്റപ്പെടുത്തി കേരളത്തെ എന്ന് പറയരുത്, നമ്മളെ കുറ്റപ്പെടുത്തി എന്ന് പറയരുത്. ഞാനും ഉൾപ്പെടുന്ന സമൂഹമാണല്ലോ. നമ്മുടെ സമൂഹം നന്നാവാൻ വേണ്ടി ഞാൻ പറയുന്നത്. അങ്ങനെയാണ് കേൾക്കുന്ന മൊത്തം. സത്യത്തില് ഈ പറയുന്നതില് 3/4% ഗോസിപ്പായിരിക്കും, ഒരു സത്യവും കാണില്ല. ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്ന പരിപാടികൾ നാം കാണുന്നുണ്ട്. അങ്ങനെ വരാതെ ഇങ്ങനെയൊക്കെ അഥവാ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ പോലും ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു സഹോദരിയായാലും സഹോദരനായാലും ഒന്ന് വിളിച്ച് ശാന്തമായി ഒന്ന് അഡ്വൈസ് ചെയ്യാനോ, ഒന്ന് സ്നേഹിക്കാനോ, ഒന്ന് താങ്ങി നിർത്താനോ, ഒരു കൈത്താങ്ങ് കൊടുക്കാനോ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ ഒന്നിനും ഞാൻ നോക്കിയിട്ട് മനുഷ്യരെ കാണുന്നില്ല. പക്ഷെ നല്ല ഒരു അഡ്വൈസ് റാണി മാം തന്നു, നല്ല ഒരു ടോപ്പിക്സ് സംസാരിച്ചു. പക്ഷെ നമ്മുടെ സമൂഹം ആ തരത്തിൽ എത്രമാത്രം ആകുന്നുണ്ട്, സമൂഹത്തെ അത്രമാത്രം ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് എനിക്ക് നമ്മൾ ഓരോരുത്തരും പറയാനായിട്ട് ചെയ്താൽ മതി ചോദ്യം. മാം. നമ്മൾ ഞാൻ ഓരോരുത്തരും ഇപ്പൊ ചെയ്യുന്നുണ്ട്. വിചാരിച്ചില്ല മാം ഞാൻ അങ്ങനെ വിചാരിച്ചു മാം തന്നെയാണെന്ന് അതുപോലെ ഞാൻ വരട്ടെ, അങ്ങനെ എല്ലാ തലമുറ തന്നെയാണെന്ന് എല്ലാവരും വരും. ഞാൻ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് നെഞ്ചത്ത് കൈവച്ച് തന്നെ പറയാൻ പറ്റും. ഞാൻ ആർക്കും ഒരു ദോഷം പറയുകയോ എനിക്ക് ദോഷം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇഷ്ടവുമല്ല. ഞാൻ അതിനെ എതിർക്കും, സംസാരിക്കും. മറ്റൊരാളെ പറ്റി അപവാദം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് മേലെ വരരുതെന്ന് പറയും. അതുകൊണ്ട് എന്നോട് ഒരുപാട് പേർക്ക് എതക്കേടാ, ആ കൂട്ടത്തിൽ കൂടാത്തത് കൊണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഫാമിലീസിലായാലും നമ്മുടെ നെയ്ബേഴ്സിലായാലും നമ്മുടെ ഫ്രണ്ട്സിലായാലും നമ്മൾ ഉൾപ്പെടുന്ന എൻവയോൺമെന്റിൽ തന്നെ എത്രയോ പേർക്ക് എതിരാ. കാരണം ആ കൂട്ടത്തിൽ കൂടുന്നവരോടെ ഉള്ള സ്നേഹം. നമ്മളത് അങ്ങനെ പറയരുത് എന്നൊന്ന് അത് തെറ്റല്ലേ. ആ സംസാരം നിർത്തിയിട്ട് നമ്മൾക്ക് നല്ല നിലവാരമുള്ള ഒരു സംസാരത്തിലേക്ക് വന്നാൽ എന്താ എന്നൊന്ന് പറഞ്ഞാൽ പോലും നമുക്കും കൂടെ ശത്രുവായി മാറുന്ന സമൂഹമാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ പോലും ഞാൻ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. ആ ഒരു നിലവാരത്തിൽ നിന്ന് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെങ്കിലും ആ നിലവാരത്തിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും. നമ്മൾ മാത്രം, ഒരാൾ മാത്രമോ രണ്ടുപേര് മാത്രമോ ചിന്തിച്ചത് കൊണ്ട് ഒരു സമൂഹം അല്ലെ ഒരു ദേശം ഒരു ദിവസം കൊണ്ട് ഒരു നാട് പറക്കുമോ എന്ന് പറയുന്നത് പോലെ പറ്റത്തില്ല. അതിലൊരു സമൂഹമെങ്കിലും, ഒരു ചുരുങ്ങിയ ഒരു സമൂഹമെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരെ എടുക്കാൻ വേണ്ടി, മറ്റുള്ളവരെ മനഃപൂർവ്വമായി വേദനിപ്പിക്കാതെ, ഉപദ്രവിക്കാതെ, ദുഃഖിപ്പിക്കാതെ, കരയിപ്പിക്കാതെ, തളർത്താതെ, ഈ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ എന്തെല്ലാം യുദ്ധങ്ങള്, വേദനകള്, സങ്കടങ്ങള്, സംഘർഷങ്ങള്, നിരാശകള്, കയ്പുകൾ എന്തെല്ലാം മനുഷ്യന് കൊണ്ടു നടക്കും. എല്ലാ മനുഷ്യർക്കും ഓരോന്ന് കാണും. അത് പുറമെ എല്ലാവരോടും പറയാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ആയിരിക്കും ഇങ്ങനെയുള്ളതുകൂടെ വരുന്നത്, സമൂഹത്തിൽ നിന്ന് കയറി വരുന്നത്. അപ്പോഴേക്കും ആ മനുഷ്യൻ അങ്ങ് ചത്തുപോവുകയാണ്. എനിക്കും ഉണ്ട് അനുഭവങ്ങൾ, ഒത്തിരി ഇവരെയൊക്കെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ നമ്മള് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിതൊക്കെ കേട്ടില്ല കണ്ടില്ല എന്ന് വെച്ച് നമ്മൾ പോലും, എനിക്കിപ്പോഴും പല നെഞ്ചുവേദന എടുക്കുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മൾ പോലും അറിയാത്ത, മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ.
മാം എഡ്യൂക്കേറ്റഡ് നമുക്ക് ആയിട്ടുള്ള ശ്രമിക്കാം മാം. നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ശ്രമിക്കാം. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. നമ്മളെ പോലെ ഒരു 10 പേര് ആദ്യമുണ്ടാവും, അതിനുശേഷം ബാക്കിയുള്ളവരുണ്ടാവും. അങ്ങനെ നമുക്ക് നമ്മുടെ ഓരോരുത്തരായിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എപ്പോഴും നല്ല പ്രതീക്ഷകൾ മാത്രം മതി. എന്തിനാണ് നമ്മൾ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നത്? അതെ നമുക്ക് സംഭവിക്കുമെന്ന് തന്നെ വിചാരിക്കാം. നമുക്ക് ആ ഒരു അതെ മനസ്സോട് ഒരു കൂടി ഒരു തന്നെ മുന്നോട്ട് പോവാം. ഒരു മനുഷ്യനെ ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കാതെ ഇരിക്കുക, അത്രമാത്രം. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുക. മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ പഠിക്കുക. ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചേർത്ത് പിടിക്കാൻ തന്നെ ശ്രമിക്കണം. അതാണ് മനുഷ്യൻ താങ്ക് യു ചെയ്യുന്നത്. മാം. അതിന് താങ്ക് യു മാം. അംബിക മാം താങ്ക് യു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അംബിക. അംബിക മാം. മാം ലെഫ്റ്റ് ആയോ? അംബിക മാം ലെഫ്റ്റ് ആയോ? ഇത് കാണുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ഞാൻ പറയാം. അംബിക മാം വന്നു. ഫോൺ മ്യൂട്ടായിരുന്നേ, അതൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ്. അപ്പൊ ഓക്കെ, ഞാൻ ആദ്യം ഒന്നും കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടാണ് ഞാൻ കേറിയത്. സോറി. അപ്പൊ റാണി മാമിന്റെ പ്രസന്റേഷൻ വളരെ എന്താ പറയാ, വോയിസ് മോഡുലേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ വേറൊരു വീഡിയോ ഇപ്പം കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. അത് മാധവിക്കുട്ടിയുടെ ഒരു കഥയായിരുന്നു. അപ്പൊ ആ ഒരു ഇമോഷനിൽ, ആ ഒരു ലെവലിലായിരുന്നു ഞാൻ എൻ്റെ ഒരു ഇമോഷൻസ് ഒക്കെ അങ്ങനെ നിന്നിരുന്നത്. അപ്പൊ അതുമായിട്ട് അങ്ങ് കണക്റ്റഡ് ആയി പോയി. വേറൊരു എന്താ പറയാ, വേറൊരു വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ആ ഒരു പ്രസന്റേഷൻ. അപ്പൊ എന്തോ ഒരു കഥയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. ഞാനത് ആദ്യ ഭാഗം കേട്ടില്ല കേട്ടോ, സോറി. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ട് ആണ് ഞാൻ ഞാൻ എൻട്രി ചെയ്യുമ്പോൾ അതിനെ കുറിച്ചാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ബോഡി ഷേമിങ് നമ്മളുടെ ചിലരൊക്കെ ഒരു രസമായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തില്. നീ അങ്ങനെയല്ലേ, കറുത്തതല്ലേ, തടിച്ചതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരാളെ, ഒരു കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ ഈവൻ അഡൾട്ട് ആണെങ്കിൽ കൂടിയും അവർ രസത്തിന് വേണ്ടി പറയണതായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ മനസ്സിൽ എത്ര വേദന ഉണ്ടാക്കുന്നുണ്ട്, അത് അവിടെ കിടക്കുന്നുണ്ടാകും. അപ്പൊ ഞാനൊരു ഇൻസിഡന്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പറയാനായിട്ട്. എന്നില്ല ഞാനൊരു ചെറിയ കാര്യം പറയാണ്. അപ്പൊ എൻ്റെ മോളുടെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ എൻ്റെ മോള് പറയുകയാണെങ്കിൽ എൻ്റെ അത്ര ബ്ലാക്ക് ഒന്നുമല്ല, അവള് കുറച്ചും കൂടി ഫെയർ ആണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഈ എഡ്യൂക്കേഷന്റെ കാര്യം കൂടി പറയുമ്പോൾ പറയണതാണ്. അയാള് ആ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എംടെക് കഴിഞ്ഞ ആൾക്കാരാണ് കേട്ടോ, എഡ്യൂക്കേഷൻ ഒന്നും കുറവൊന്നുമില്ല. അപ്പൊ അവര് കുറച്ചും കൂടി ഫെയർ ആണ്, നല്ല ഫെയർ ആണ് അവര്. അപ്പൊ അവരെന്നോട് പറയാണ്, മോളുടെ കല്യാണം കൊണ്ടുവരുമ്പോ ഒരു ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ മോളുടെ ഒരു ഫോട്ടോ കൊടുത്തു. അപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ട് പറയാണ്, അത് അംബിക ഇങ്ങനത്തെ ഫോട്ടോ അല്ല വേണ്ട, കുറച്ചും കൂടി ഫെയർ ആയിട്ടുള്ള ഫോട്ടോ വേണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കത്, ഞാൻ പറഞ്ഞ എൻ്റെ മോളെ ഇങ്ങനെ കണ്ടിട്ട് മതി, എൻ്റെ മോൾക്ക് ഇതല്ലേ കളറ്. പിന്നെ അതല്ലാതെ ഞാൻ അപ്പൊ എംടെക്കും, എൻ്റെ മോള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, എംടെക് ആണ്, ഒന്നിലും അവള് പുറകിലല്ല, കാണാനും അത്ര മോശമൊന്നുമല്ല. എന്നിട്ടാണ് ഈ ഒരു ഇത് എനിക്ക് കിട്ടിയത്. അതെന്നെ ഇമോഷണലി നമുക്ക് എത്ര വിഷമം ഉണ്ടാക്കും. അപ്പൊ അതുപോലെയാണോ ഓരോരുത്തരും ചെയ്യുന്നത്. ഒരു ചെറിയ ഇൻസിഡന്റ് ആണെങ്കിലും ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ പിന്നെ റെസിലിയൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് കേട്ടാലും ഇതൊക്കെ അതങ്ങനെ പാർട്ട് ഓഫ് ലൈഫാണ്. ചിലർ അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്നുണ്ട്. നമുക്കത് വിടാം എന്ന് വിചാരിച്ച് നമുക്ക് പോകാം. ഈ പറഞ്ഞവര് നമ്മൾ വേറെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഇരിക്കാതിരിക്കുക, അത്രയും പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമ്മളെ എന്താ പറയാ, വേറൊരു ലെവലിൽ കൊണ്ടുപോകാൻ പറ്റി. പ്രസന്റേഷൻ വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു അംബിക മാം. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത പ്രോഗ്രാമായ ടീടോക്സിന്റെ അടുത്ത സെഷൻ ക്വിസ് അതുണ്ട്, അതിലേക്ക് കടക്കാം. ക്വിസിൽ ചെയ്യാൻ വേണ്ടി അബ്ദുൾ റസാഖ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ ഫീഡ്ബാക്ക് ആരും പറയാനില്ല എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ക്വിസിലേക്ക് കടക്കാം. സമയം ഉണ്ടായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര സാർ വല്ലതും പറയാനുണ്ടോ?
ഓക്കെ. സജ്ജനമാ, അപ്പൊ നമുക്ക് ക്വിസിലേക്ക് എടുക്കല്ലേ? ഓക്കെ സാർ ലീഡ് ചെയ്യൂ. ഓക്കെ. ആരെങ്കിലും അപ്പൊ ഇന്നത്തെ സെഷനെ കുറിച്ച് തന്നെ ആയിരിക്കും നമ്മുടെ ക്വിസ് ഉണ്ടായിരിക്കുക. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിലാണ് വരിക. അപ്പൊ എല്ലാരും ചാറ്റ് ബോക്സ് നോക്കുക. അങ്ങനെ തന്നെയല്ലേ സാറേ? അതെ അതെ അതെ. അപ്പൊ ഇന്നത്തെ ക്വിസ് പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ചാറ്റ് ബോക്സിൽ ആദ്യം ചാറ്റ് ബോക്സിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്പർ അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്പർ 1 എന്ന് ടൈപ്പ് ചെയ്ത് അത് ആരാണോ ഏറ്റവും ഫസ്റ്റ് 1 എന്ന് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് ചാറ്റ് ബോക്സിൽ കാണുന്നത് അവർക്കാണ് ഫസ്റ്റ് നമ്മൾ ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ റാണി മാം അവതരിപ്പിച്ച ഈ ഒരു സംസാരത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ? എല്ലാവരും റെഡി അല്ലേ? ചാറ്റ് ബോക്സ് എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചേരെ. എല്ലാവരും ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ആദ്യത്തെ ചോദ്യം ചോദിക്കുക. അപ്പം ആൻസർ ആരും പറയണ്ട. ആദ്യം ചാറ്റ് ബോക്സിൽ വന്നതിന് ശേഷം പേര് വിളിക്കുന്ന ആളുകൾ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇന്ന് റാണി മാം ഇവിടെ അവതരിപ്പിച്ച ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. ആ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ആരാണ് അത് എഴുതിയത്? പുസ്തകത്തിൻ്റെ പേര്, എഴുതിയ ആളുടെ പേര്. ആരാണ് നമ്പർ 1 ആദ്യം ടൈപ്പ് ചെയ്തത്? ജേക്കബ് സാർ ഒന്ന് പറയുമോ? അനീഷ മാം. ഓക്കെ മാം, ആൻസർ പറഞ്ഞോളൂ. ഹലോ, മാം ആൻസർ പറഞ്ഞോളൂ. അനീഷ മാം. ഇതിന്റെ പേരെന്ന് പറയുന്നത് ആരും കാണാത്ത യുദ്ധങ്ങൾ, ഓക്കെ റിട്ടൺ ബൈ ജോസഫ് അന്നംകുട്ടി. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ആൻസർ കറക്റ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് ചാൻസ് ഇല്ല. അപ്പം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം മനസ്സിൽ വരാറുണ്ട്. എന്താണ് ആ ചോദ്യം? ഓക്കെ, ടൈപ്പ് ചെയ്യേണ്ടത് നമ്പർ 2 എന്നാണ്. സ്റ്റാർട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. ഈ പുസ്തകത്തെക്കുറിച്ച് വായിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം വരും. എന്താണ് ആ ചോദ്യം എന്നുള്ളതാണ്. ഓക്കെ, ടൈപ്പ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ ടഫ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ, കാരണം ആരും ടൈപ്പ് ചെയ്ത് കാണുന്നില്ല. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു വ്യക്തിയെ കൊല്ലുന്നത് എന്താണ്? ഒരു വ്യക്തിയെ കൊല്ലുന്നത് എന്താണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, കാരണം നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത് ചോദിച്ചത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അനീഷ മാം തന്നെയാണ്. ആണോ? ഓക്കെ. ഓക്കെ, അനീഷ മാം ആൻസർ പറഞ്ഞോളൂ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ കേട്ടോ. സർ, ചോദ്യം ഒന്നും കൂടെ പറയാമോ? അതെ, ഒരു വ്യക്തിയെ കൊല്ലുന്നത് എന്താണ് എന്നാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. മാം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഒരു വ്യക്തിയെ കൊല്ലുന്നത് എന്താണ്? ഒരാളുടെ വാക്കുകളാണെന്ന് തോന്നുന്നു എനിക്ക്. മറ്റൊരാളെ
വേദനിപ്പിക്കുന്ന ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ കൊണ്ട് ഒരാൾക്കുണ്ടാകുന്ന വേദനയാണ് ഒരാളെ കൊല്ലുന്നത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആൻസർ തെറ്റാണ്. നമുക്ക് പിന്നെ ഇതിനെ പിന്നെ മാമിനോട് തന്നെ ചോദിക്കാം എന്താണ് ഇതിന്റെ ആൻസർ എന്ന്. ഓക്കെ അല്ലേ റാണിമാം? റാണിമാം തന്നെ പറയും, കറക്റ്റ് ആണോ ആൻസർ? മറ്റൊരാളുടെ വാക്കുകളാണ്, പക്ഷെ അത് നമ്മളെ അത് കറക്റ്റ് ആയിട്ട് മാം അപകർഷതാബോധത്തിലേക്ക് അത് എത്തിക്കുന്ന പറഞ്ഞിരുന്നു. വാക്കുകളാണ്. ഇന്നർ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. മാം പറഞ്ഞത് സൗന്ദര്യ സങ്കല്പം എന്നാണ്. ഒരാളുടെ സൗന്ദര്യ സങ്കല്പമാണ് ആ ഒരു വ്യക്തിയെ കൊല്ലുന്നത് എന്നാണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. അത് മാം സമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളാണ് ഒരു വ്യക്തിയെ കൊല്ലുന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് ഈ പറഞ്ഞ വേണമെങ്കിൽ അതിനകത്ത് ശരിയായ ഉത്തരമാണ്. ഒരാളുടെ വാക്കുകളാണ് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നിരാശയിലേക്ക്, പടുകുഴിയിലേക്ക് എത്തിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അനീഷ മാമിന്റെ ഉത്തരത്തിന് അതിനൊരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ മാമിന് 2 മാർക്ക് കൊടുക്കാം, കാരണം സ്പീക്കറാണ് ഇതിൽ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത 3rd ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻസർ തെറ്റായാലും കുഴപ്പമില്ല കേട്ടോ, എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. പങ്കെടുക്കലാണ് തെറ്റുന്നതിലല്ല. മാം 3ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അതെ. ഓക്കെ. 3ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കുക. വാക്കുകളുടെ മൂർച്ച ഇത് എന്തിലേക്കാണ് നമ്മളെ തള്ളിവിടുന്നത്? അത് മാം കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ വാക്കുകളുടെ മൂർച്ച നമ്മളെ എന്തിലേക്കാണ് തള്ളിവിടുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കാം. വാക്കുകളുടെ മൂർച്ച നമ്മളെ എന്തിലേക്കാണ് തള്ളിവിടുന്നത്? അനീഷ മാം പറഞ്ഞോളൂ. സാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ വാക്കുകളുടെ മൂർച്ചകൾ വരുമ്പോൾ അപകർഷതാബോധത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. അതെ അതെ അതെ, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അനീഷ മാമ് 3 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്തേരെ. ഓക്കെ, താങ്ക് യു അനീഷ മാം. ഇനി നമുക്ക് 2 ചോദ്യങ്ങളോടെയാണ് ബാക്കിയുള്ളത്. പുസ്തകം ചോദിക്കാൻ പോണേ. പുസ്തകം വെറും അച്ചടിച്ച വരികളല്ല, ബഹളങ്ങൾ ഒഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയെ മാം ഈ ബുക്കിൽ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ടഫാണെങ്കിൽ വേറെ ചോദിക്കാം, പക്ഷേ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടഫാണെങ്കിൽ വേറെ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. റാണി മാം, ഈ ക്വസ്റ്റ്യൻ മാറ്റണോ? അല്ല, പറയുന്നെങ്കിൽ പറയട്ടെ, മാറ്റിക്കോളൂ. അത് ഓക്കെ ഓക്കെ. ഒന്നുകൂടെയും ചോദിക്കാം. പുസ്തകം അച്ചടിച്ച വെറും വരികളല്ല, ബഹളങ്ങൾ ഒഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ശൂന്യത, ആ ശൂന്യതയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4 ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ മാം, ഞാൻ ഉത്തരം പറയാം. ഐ തിങ്ക് ആർക്കും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അത് മാം 1-2 പ്രാവശ്യത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നേ. ഒഴുകി വീഴുന്ന കണ്ണുനീർ തുള്ളിയുടെ ചൂടിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ മാം? ഓക്കെ. അതെ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണേ. 4ാമത്തെ ക്വസ്റ്റ്യൻ. വിഷാദത്തിലൂടെ കടന്നു പോകുന്ന യുവാവ് പറഞ്ഞത് തനിക്ക് ഉപദേശങ്ങളല്ല വേണ്ടത്, പകരം എന്താണ് ആ യുവാവ് ആഗ്രഹിച്ചത്? 4ാമത്തെ ക്വസ്റ്റ്യൻ. വിഷാദത്തിലൂടെ കടന്നു പോകുന്ന യുവാവ് തനിക്ക് ഉപദേശങ്ങളല്ല വേണ്ടത്, പകരം എന്തിനെയാണ് ആ യുവാവ് ആഗ്രഹിച്ചത്? അനീഷ മാം തന്നെ ചാറ്റിലിട്ടിട്ടുണ്ട്. ഓക്കെ, അനീഷ മാം ആൻസർ പറഞ്ഞോളൂ. പറഞ്ഞത് നമുക്കൊരു ഹഗ്ഗോ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മളെ കേൾക്കാനെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിച്ചത്.
അതെ, ചേർത്ത് നിർത്താൻ അതായത് ഒരാള്. സാമ്പത്തികമോ അതെ ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും പറയാനെങ്കിലും ഒരാള്, കേൾക്കാനെങ്കിലും ഒരാള്, നമ്മളെ അതെ, സപ്പോർട്ട് ചെയ്യാൻ, ചേർത്ത് പിടിക്കാനെങ്കിലും ഒരാളുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. വെരി വെരി ഗുഡ്. കൂടെയുണ്ട് എന്നൊരു വാക്ക്, നല്ലൊരു ഹഗ്ഗിങ്, നല്ല എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരാൾ. വെരി ഗുഡ് മാം, കറക്റ്റ് ആൻസർ ആണേ. താങ്ക് യു. താങ്ക് യു സർ. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനും ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ 3, അപ്പോൾ 4ാമത്തെ ആൻസറും അനീഷ മാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എല്ലാവർക്കും പങ്കെടുക്കാം കേട്ടോ, തെറ്റാണെങ്കിലും കുഴപ്പമില്ല. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കേട്ട് മടുത്ത പെൺകുട്ടി എവിടെയാണ് ഒളിച്ചിരുന്നത്? ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കേട്ട് മടുത്ത പെൺകുട്ടി എവിടെയാണ് ഒളിച്ചിരുന്നത്? വീടിനുള്ളിലാണോ ഇരുട്ടി? അതെ, അത് മാം ചെയ്തായിരുന്നോ, മെസ്സേജ് ചെയ്തായിരുന്നോ? 5ാമത്തെയാണേ, ഒരു 5 മെസ്സേജ് ചെയ്തേരെ ചാറ്റ് ബോക്സിൽ. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് ആരാണ്? അംബിക മാം ആണോ? ആ വീടിനുള്ളിൽ നിന്നാണോ? ശരിയാണോ? അതെ അതെ, ആൻസർ കറക്റ്റാ. ആ ഞാനാണ് ചാറ്റ് പറഞ്ഞത്. ബോക്സിൽ വന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഒരു ഞാനത് ഇനി പറഞ്ഞു നോക്കിയതാ, ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വാലിഡ് ആണോ അല്ല വേറെ ക്വസ്റ്റ്യൻ ചോദിക്കണോ? കാരണം ചാറ്റ് ബോക്സിൽ ആരും ചെയ്തില്ലായിരുന്നു. ജേക്കബ് സാർ? മാം പറഞ്ഞ ഉത്തരം ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, അപ്പോ ശരിയാണ്. വന്നു, അംബിക മാം ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇട്ടു. ഇപ്പൊ ഇട്ടു. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു 2-3 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. ബാക്കി ഫീഡ്ബാക്ക് ആർക്കെങ്കിലും പറയാന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്വിസിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അനീഷ മാമിന് കൺഗ്രാജുലേഷൻസ് എഗെയിൻ. കഴിഞ്ഞ പ്രാവശ്യം മാം തന്നെയായിരുന്നു വിന്നറായത്. അപ്പോൾ ഒരിക്കൽ കൂടി മാമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. നമുക്ക് കുറച്ച് 2-3 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. ഇനി ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, നേരത്തെ ഒരു സാറ് പറഞ്ഞായിരുന്നല്ലോ ഫീഡ്ബാക്ക് പറയാൻ. സാറ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയോ? സാറ് ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. നമുക്കൊരു 3 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. അല്ലേ സജന മാം? തിരിച്ച് ഞാൻ സജന മാമിലേക്ക് മൈക്ക് കൈമാറുന്നു. അതെ, 2-3 മിനിറ്റും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാലും. ധർമ്മേന്ദ്ര അങ്ങനൊരു സാറ് വന്നിട്ടുണ്ടായിരുന്നു, സാറ് ലെഫ്റ്റ് ആയോ? ഓക്കെ, അനീഷ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അനീഷ മാം പറയോ. മാമിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ടാണ് ഈ സെഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ എനിക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാനും കേൾക്കാനും പറ്റുന്നുണ്ട് സെഷൻസ്. ഇന്നത്തെ മാമിന്റെ ക്ലാസ് എന്ന് പറയുന്നത് മ്യൂട്ടാണ് മാം, മ്യൂട്ടാണ്. ഓക്കെ മാം. മാമിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു, വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ആ കഥ കേട്ട് കഴിഞ്ഞാൽ സത്യമായാണ് പറയണത്, നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കടന്നുകൂടി വന്നു. ഒരു കഥ പോലെ തന്നെ അത് ഫീൽ ചെയ്തു. നമുക്ക് മറ്റുള്ളവരോട് ഏറ്റവും നന്നായിട്ട് പെരുമാറാൻ സാധിക്കണം, അതായത് ഒരു വാക്കുകൊണ്ട് നമ്മളെ കൊല്ലാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനൊരു ഉത്തരം പറഞ്ഞത്. അപ്പോ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ആൻസർ ഞാൻ പറയേണ്ടി വന്നത്. അപ്പൊ എന്തായാലും ഈ സ്റ്റോറി മാം പറയുമ്പോ മുഴുവനും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാൻ തന്നെ സാധിച്ചു. എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും ഒരു സെഷന് കയറുമ്പോ. എനിക്കുണ്ട്, പക്ഷെ അതൊന്നും ശ്രദ്ധ തെറ്റാതെ മാമിന്റെ ഓരോ വാക്കുകളും ഒരു കഥ പോലെ അത്രയും അലേർട്ടായിട്ട് കേൾക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മാമിന്റെ ആ വോയിസിന് ഭയങ്കര ഒരു പവർ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മാമിന് ഒരുപാട് താങ്ക്സ് ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തത്. താങ്ക് യു അനീഷ മാം. ഓക്കെ മാം, താങ്ക് യു.
ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാന്? അതുപോലെ തന്നെ ഇനി അടുത്ത സെഷനിലൊക്കെ എല്ലാവരും ക്വിസിൽ പങ്കെടുക്കുക കേട്ടോ. എല്ലാവരും ബാക്കിലോട്ടൊക്കെ തെറ്റിക്കോട്ടെ, പക്ഷെ നമ്മൾ പങ്കെടുത്തു എന്നതാണല്ലോ പ്രധാനം, വിന്നറായി എന്നുള്ളതല്ലല്ലോ. അതെ അതെ. ആരും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു അല്ലേ റസാഖ് സാർ? എന്താണ്? ഒരു പിന്നെ ആരെങ്കിലും ഉണ്ടോ ഇനി? സാധാരണ കുറച്ച് ആൾക്കാരൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ ഹംസ സാറുണ്ട് ഇതില്, ഡോക്ടർ രാജേന്ദ്ര സാറുണ്ട്, ബിന്ദു മാമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. പിന്നെ ട്രാൻസ്ഫർ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1-2 പേർക്ക് ചാൻസ് കൊടുക്കാം. Good evening, Rani ma'am. Yes, good evening, Rani ma'am. ചന്ദ്ര മാം. ഗുഡ് ഈവനിങ് ചന്ദ്ര മാം. പറയൂ. മാമിന്റെ യുണീക്ക് സ്റ്റൈലാണ്. അത് ശരിക്കും വളരെ ഇംപ്രസീവ് ആയിട്ട് ഉണ്ടായിരുന്നു. അതേ രീതിയിൽ എനിക്ക് എന്താ പറഞ്ഞാൽ മലയാളം അത്ര വായിക്കാൻ കിട്ടാത്ത കൊണ്ട് ഈ മാം ഈ ഒരു ഓത്തറുടെ ബുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതിൽ നിന്നുള്ള മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഇൻഡിവിജ്വലുടെ ലൈഫിൽ. ദാറ്റ് ഈസ് ഇപ്പൊ ബോഡി ഷേമിങ്ങിന് ഇപ്പൊ ഓൾറെഡി അംബിക മാം പറഞ്ഞിരുന്നു. ബോഡി ഷേമിങ് എത്ര നമ്മളെ ഹേർട്ട് ചെയ്യും എന്നുള്ളത് ഇതൊരു നേച്ചറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ ഒരാളിന് ആ രീതിയിൽ ഹേർട്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. പിന്നെ ജോലി മാമും പറഞ്ഞു, നമ്മൾ എത്രയോ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും സ്റ്റിൽ നമ്മള് വേറെ ഒരാളിനെ താഴ്ത്താനും അവരുടെ കുറവുകൾ എടുത്തു പറയാനും നെഗറ്റീവ് മൈൻഡ് സെറ്റിലാണ് നമ്മൾ എപ്പോഴും മെജോറിറ്റി പീപ്പിൾ ലീവ് ചെയ്യുന്നത്. സോ അതിലിരുന്ന് നമ്മൾ മാറണം. ഈ ഒരു മെസ്സേജ് ആണ് റാണി മാം ഇന്നത്തെ ഇതില് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത്. അതേ രീതിയിൽ കുറെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ അപ്പിയറൻസ് എല്ലാം ഇമ്പോർട്ടൻറ്റ്. അതേ രീതിയിൽ നമ്മൾ ഒരാളുടെ നമ്മൾ കൂടെ ഉണ്ടായിട്ടും നമ്മൾ കേൾക്കാൻ തയ്യാറല്ല. അത് നമ്മുടെ വീട്ടിലെയും അങ്ങനെയാണ്, നമ്മൾ പുറത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആയാലും ശരി, നമ്മൾ പോകുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും നമ്മൾ ഒരാളിനെ കൂടെ ചേർത്തി പിടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ ആണ് ജീവിക്കുന്നത്. സോ ഒരുപാട് നല്ല മെസ്സേജ് ഉള്ള ഒരു സ്റ്റോറിയാണ്. ആ ഓത്തറുടെ ഈ ബുക്ക് റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ആൻഡ് മാമിന്റെ യുണീക്ക് സ്റ്റൈലില് ഇപ്പൊ എല്ലാവരുടെ അടുത്തിരുന്നു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ അങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് അവിടെ അലേർട്ട് ആയിട്ട് ഇരുത്തുന്നുണ്ട്. സോ താങ്ക് യു വെരി മച്ച് മാം. മെനി മോർ നരേറ്റീവ്സ് ആയിട്ട് മാം വരണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. താങ്ക് യു മാം. താങ്ക് യു ചന്ദ്ര മാം. താങ്ക് യു ചന്ദ്ര മാം. നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഇപ്പോ ടീടോക്സിന്റെ ഇന്നത്തെ ടൈം ഇവിടെ തീരെയാണ്. അപ്പൊ ഇതിൽ വളരെ മനോഹരമായ ഒരു സെഷന് നമുക്ക് വേണ്ടി എടുത്ത് തന്ന റാണി മാമിനും പ്രത്യേകം നന്ദി. അതുപോലെ ഇന്ന് ക്വിസിൽ വിന്നറായ അനീഷ മാമിനും നന്ദി അറിയിക്കുന്നു. ക്വിസ് ലീഡ് ചെയ്ത റസാഖ് സാറിനും പ്രത്യേകം നന്ദി. അപ്പൊ അടുത്ത വ്യാഴം ഒരു പുതിയൊരു ട്രെയിനറുമായിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിൽ ഇന്ന് ജോയിൻ ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you. Good താങ്ക് night. യു. താങ്ക് യു താങ്ക് ഓൾ. യു.